കപട വേഷധാരി, ഇങ്ങനെ വേഷം മാറിയാലും നമ്മുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്ത് ആപത്താണ് ആരംഭിക്കാൻ പോകുന്നത്? രൂപവതി, ഇളയച്ചാ, ഈ കപട വേഷധാരിയെ പിടിക്കൂ! ഈ കപട വേഷധാരിയെ പിടിക്കൂ! രൂപവതി, 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 നീ എവിടേക്കാണ് പോകുന്നത്? നിനക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചോ? ഈ പ്രദേശം എത്ര ഭീകരമാണെന്ന് നിനക്കറിയാമോ? ആ കപട വേഷധാരി രക്ഷപ്പെട്ടു. ആ കപട വേഷധാരി ഓടി രക്ഷപ്പെട്ടു. അത് നോക്കൂ, നമ്മുടെ പിതാശ്രീയെ വധിക്കാൻ വന്നയാളുടെ ഭാര്യയാണത്. അവർക്കെല്ലാം അറിയാമായിരിക്കും അയാൾ എന്തിനു വേണ്ടിയാണ് പിതാശ്രീയെ വധിക്കാൻ ശ്രമിച്ചതെന്നും. എന്നാൽ നമുക്കത് അറിയാൻ സാധിച്ചില്ല. പിതാശ്രീയുടെ നേർക്ക് ഇത്രയും വലിയ ആക്രമണം നടന്നത് എന്തുകൊണ്ടാ? നമുക്ക് യാഥാർത്ഥ്യം അറിയാൻ കഴിഞ്ഞില്ല. നമുക്ക് യാഥാർത്ഥ്യം അറിയാൻ സാധിച്ചില്ല. നമുക്ക് സാധിച്ചില്ല. അയാൾ പിതാശ്രീയെ വധിക്കാൻ ശ്രമിച്ചത് എന്തിനാണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല. ഇവൾ പരിധികൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം അറിയാൻ വേണ്ടിയാകും. എന്നാൽ ആ സത്യം എത്രത്തോളം ഭീകരമാണെന്ന് ഇവൾക്കറിയില്ല. അവനെ പിടിക്കുക എന്നത് നമ്മുടെ ജോലിയല്ല, അതിന്റെ ആവശ്യവുമില്ല. അവന്റെ പിന്നാലെ പോയി നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിന്റെ പിതാശ്രീയോട് എന്ത് മറുപടി നാം പറയും? ഈ പ്രദേശം അപകടം പിടിച്ചതാണ്. അക്രമവും നടക്കുന്നുണ്ട്. ഇവിടെ ഒരു സുരക്ഷയുമില്ലാതെ ഏകയായി കടന്നു വന്നത് എന്തിനാണെന്ന് പറയൂ. അഥവാ കൃത്യസമയത്ത് നാം നിന്റെ തൊട്ടു പിന്നാലെ എത്തിയില്ലായിരുന്നുവെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമായിരുന്നു? അല്ലയോ ഭഗവാനെ, ഒന്നും അറിയാത്ത ഈ കുട്ടി എന്ത് തെറ്റാണ് ചെയ്തത്? ഈ കുഞ്ഞ് അനാഥയാവേണ്ടി വന്നു. കരയരുത്, നീ കരയരുത് പുത്രി. ഇന്ന് നിന്റെ മാതാവ് നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ച് സ്വന്തം പ്രാണൻ നഷ്ടപ്പെടുത്തി. നമ്മുടെ മാതാവ് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകി. എന്നാൽ നമ്മൾ ദുർബലരാവരുത്. നമ്മൾ ശക്തിശാലികളാവേണ്ടതാണ്. വിലപിക്കാൻ പാടില്ല പുത്രി.